ഇന്ത്യക്കാർക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു വാർത്ത പറയാമെന്ന് പറഞ്ഞല്ലോ, പറയാമോ? ഉറപ്പായിട്ടും പറയാം. കാരണം എല്ലാ ഭാരതീയർക്കും സന്തോഷം ഉണ്ടാവണം. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പഹൽഗാം ആക്രമണം. പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ ജാതി ചോദിച്ച് അല്ല മതം ചോദിച്ച്, മതം തിരിച്ചറിയാൻ വസ്ത്രം ഉരിഞ്ഞ് മാറ്റി പരിശോധിച്ചതിന് ശേഷം കലീമ ചൊല്ലാമോ എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊന്നു. മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലാൻ അറിയാത്ത കാഫറുകളെ മുഴുവൻ വെടിവെച്ചു കൊന്നു. വലിയ സങ്കടമുണ്ടാകും നമുക്ക്. അതിന് പ്രതികാരമായി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ സംഭവമായിരുന്നു. അതിൻ്റെ സൂത്രധാരൻ പാകിസ്ഥാൻ പട്ടാളത്തിലെ ഒരു ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാലായിരുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിലെ ഏറ്റവും ശക്തനായ ഒരു ഓഫീസർ ലഫ്റ്റനൻറ്റ് കേണലാണ്. പ്രത്യേകിച്ച് ഈ ഇന്ത്യക്ക് നേരെയുള്ള തീവ്രവാദി ആക്രമണങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കുകയും അവർക്ക് വേണ്ടുന്ന സൈനിക സഹായം, ആയുധങ്ങൾ, പണം ഇതൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ചുമതല പാകിസ്ഥാൻ പട്ടാളവും ISIയും ഏൽപ്പിച്ചിരുന്നത് ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാലിനെയാണ്. ഇമ്രാൻ ദയാൽ ഈ പറഞ്ഞ പോലെ ISIയുടെ ഗുഡ് ബുക്കിലുള്ള ആൾ, ISIയുടെ ചുമതലക്കാരനാണ്. ISI ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഓപ്പറേഷൻസിന് ചുമതലപ്പെടുത്തിയിരുന്ന ആളാണ്. അപ്പം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന, കാശ്മീർ മേഖലയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന ആളാണ് ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാൽ. അപ്പോൾ എത്ര പ്രധാനപ്പെട്ട കക്ഷിയാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാനത് നീട്ടി പരത്തി ഇമ്രാൻ ദയാലിനെ കുറിച്ച് പറഞ്ഞത്. ഇമ്രാൻ ദയാൽ അറിയാതെ ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം നടന്നിട്ടില്ല. പഹൽഗാമിൻ്റെ ശില്പി എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പട്ടാളം ഇമ്രാൻ ദയാലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ആക്രമണം നടത്തിയ ലഷ്കർ-ഇ-തയ്ബ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഫോണുകളിൽ നിന്ന് ഇമ്രാൻ ദയാലുമായി ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങളും നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇമ്രാൻ ദയാൽ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? എവിടെയാ സർ? ഹൂറികൾക്കൊപ്പമാണ്. മറ്റേ പുഴയിൽ നീന്തി തുടിക്കുകയാണ്, മധ്യപ്പുഴയിൽ. അത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. നോക്കൂ, സാധാരണക്കാരനല്ല, മതനേതാവല്ല, പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഏറ്റവും കീ പേഴ്സൺമാരിലൊരാൾ. അയാൾ സഞ്ചരിച്ച കാറ് ഖൈബർ പക്തൂൺഖ മേഖലയിലേക്ക് പോകുമ്പോൾ പതിവ് പോലെ ടുക്കുന്നു ശബ്ദം കേട്ടു. ഒരു ബൈക്ക് വരുന്നു. ബൈക്ക് വന്നിട്ട് അതിലിരുന്ന ആളുകൾ ചന്നം പിണ്ടം മഴ പെയ്യുന്നത് പോലെ വെടിയുണ്ട വർഷിക്കുന്നു. ഈ കാറ് നിയന്ത്രണം തെറ്റി എവിടെയോ ഇടിച്ചു മറിഞ്ഞ് വീഴുന്നു. ഇമ്രാൻ ദയാലും അയാളുടെ അംഗരക്ഷകരായി കൂടെ ഉണ്ടായിരുന്ന 3 പട്ടാളക്കാരും കൊല്ലപ്പെടുന്നു. സന്തോഷമുണ്ടായോ? സന്തോഷമുണ്ട്. ഒരാൾ മരിക്കുമ്പോഴാണോ സന്തോഷിക്കുന്നത്? പക്ഷേ ക്രൂരന്മാരാണോ? ഇന്ത്യയുടെ ശത്രുക്കളാണ്. ഇന്ത്യയുടെ ഏത് ശത്രു കൊല്ലപ്പെട്ടാലും, ഇന്ത്യക്കകത്തുള്ള ശത്രുവാണേലും ഇന്ത്യക്ക് പുറത്തുള്ള ശത്രുവാണേലും എനിക്ക് സന്തോഷമാണ്. ക്രൂരന്മാരാണോന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും മരിച്ചാലും ഞാൻ ആഹ്ലാദിക്കും. അതിനുള്ള മനസ്സെനിക്കുണ്ട്. കാരണം ഞാനൊരു പട്ടാളക്കാരൻ്റെ മോനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ പഹൽഗാം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഞെട്ടിച്ച കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്നതിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് എടപ്പള്ളിയിലെ രാമചന്ദ്രൻ ചേട്ടൻ അല്ലേ, അദ്ദേഹവും കൊല്ലപ്പെട്ടു. അവർ പഹൽഗാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശം കാണാൻ വേണ്ടി ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് പോയവരാണ്. അവർ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതിനവിടെ ചെന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവിടുത്തെ തദ്ദേശവാസികളുടെ സഹായത്തോടുകൂടി ഏറ്റവും നീചമായി, തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറയും, തീവ്രവാദികൾ അന്ന് ചെയ്തത് അവരുടെ മതത്തിൽ പെട്ടവരല്ല എന്ന് ഉറപ്പാക്കിയിട്ട് കൊന്നു. ഒരു ക്രിസ്ത്യാനിയും കൊന്നു. ഹിന്ദുവിനോട് മാത്രമല്ല, ക്രിസ്ത്യാനിയും കാഫിറാണേ. കാഫിറിനെ കൊന്നാൽ ഇവർക്ക് പരലോകത്ത് വലിയ മദ്യപ്പുഴയും ഒരുപാട് സൗഭാഗ്യങ്ങളും സുന്ദരിമാരെയൊക്കെ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ വീണുപോയ ആളുകൾ നടത്തുന്ന അരുംകൊലകളിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത് ഓപ്പറേഷൻ പഹൽഗാമാണ്. ഓപ്പറേഷൻ പഹൽഗാമുമായി ബന്ധപ്പെട്ട തീവ്രവാദികളെല്ലാം ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട് നമ്മുടെ സൈന്യം കൊന്നു. അവന്മാർ കാട്ടിലൊക്കെ ഒളിച്ചിരുന്നവരെ മുഴുവൻ നമ്മുടെ സൈന്യം കൊന്നു. അതുമാത്രമല്ല, അതിനുശേഷം അതിന് ഉത്തരവിട്ട, അതിന് സഹായം ചെയ്ത രാജ്യത്തെ നമ്മൾ ആക്രമിച്ചു, തക്കതായ മറുപടി കൊടുത്തു, അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ തകർത്തു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് ചേർന്ന് പാകിസ്ഥാനിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഓപ്പറേഷൻ ഹെറോഫ് എന്നാണ്. ഓപ്പറേഷൻ ഹെറോഫ് പാകിസ്ഥാൻ കിടുങ്ങി വിറയ്ക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്തിൻ്റെ 40% കറ്റ്വ എന്ന് പറയുന്ന എന്ന പ്രദേശം, എന്ന നഗരം തലസ്ഥാനമായിട്ടുള്ള ബലൂചിസ്ഥാനാണ്. ബലൂജ് മേഖലയാണ് പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ 40%. അവിടെ വലിയ ആക്രമണം പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ, പാകിസ്ഥാൻ പട്ടാളം നടത്തുന്ന ക്രൂരതകൾക്കെതിരെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ സേനയായ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ
ആർമി നടത്തിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാൻ കിടുങ്ങി വിറയ്ക്കുകയാണ്. ഏതാണ്ട് 148 പാകിസ്ഥാൻ പട്ടാളക്കാർ ഇതിനകം കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ കറ്റ്വ മേഖലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും ഒക്കെ പിടിച്ചെടുത്ത് ഏതാണ്ട് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാവുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ ക്രൂരതകൾക്കെതിരെ ബലൂജ് സ്വാതന്ത്ര്യ സമര പോരാളികൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനിട്ടിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ഖറോഫ്. ഓപ്പറേഷൻ ഖറോഫ് ഇവിടെ നടക്കുമ്പോൾ ഖൈബർ പക്തൂൺ മേഖലയിൽ അത് ഞങ്ങൾ പാകിസ്ഥാനികളല്ല, ഞങ്ങൾ പക്തൂണുകളാണ്, ഞങ്ങൾ വേറെ വംശജർ, അതിന് പക്തൂണിസ്ഥാൻ വേണമെന്നാവശ്യപ്പെടുന്ന വിമോചന പോരാളികളാണ് പക്തൂൺ മേഖലയുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ്റെ രണ്ടു ഭാഗത്തു നിന്നും ഒരേ സമയം പാകിസ്ഥാന് വലിയ ആക്രമണവും വെല്ലുവിളിയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് എന്തോ ദൗത്യവുമായിട്ട് ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാൽ ഈ ഖൈബർ പക്തൂൺഖ മേഖലയിലേക്ക് പോയത്. നോക്കൂ, അവിടെ വലിയ സംഘർഷമുണ്ട്. TTP തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഖൈബർ പക്തൂൺ മേഖലയിൽ പാകിസ്ഥാനെതിരെ പൊരുതുന്നത്. അവരുടെ മേഖലയിലേക്കാണ് ആര് പോയത്? ഇയാൾ കാറിൽ, ഈ ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാൽ പോയത്. ആവുമ്പടിക്കാരുണ്ട്, പൈലറ്റ് വാഹനമുണ്ട്, എസ്കോട്ടൊക്കെ ഉണ്ട്. എല്ലാം ആയിട്ട് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബുള്ളറ്റോ മോട്ടോർ ബൈക്ക് എന്ന് പറയാം, അവിടെ ബുള്ളറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മോട്ടോർ ബൈക്കിൽ 2 പേര് വരുന്നു, വെടിവെക്കുന്നു, പോകുന്നു. എല്ലാ അജ്ഞാതൻ്റെ കഥയിലെയും പോലെ വെടിവെപ്പിന് ശേഷം ഇവരെ അജ്ഞാതരെ കാണാനില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഓപ്പറേഷൻ ഖറോഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് BLA ആണെങ്കിലും ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ, റോയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പതിപോലെ പാകിസ്ഥാൻ നിലവിളിച്ചു കഴിഞ്ഞു. ഇന്ത്യ അതിശക്തമായി മറുപടി കൊടുത്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ സമയമുള്ളൂ, നിങ്ങളുടെ കാര്യം നോക്കാനും നേരമൊന്നുമില്ല. പക്ഷെ ഇവർ പറയുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ ബന്ധമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ കാബൂളിലുള്ള ഇന്ത്യൻ എംബസി വഴിയാണ് ഈ BLA ക്കാർക്കും TTP-ക്കാർക്കും തെഹ്രീക്ക് താലിബാനും ഇന്ത്യയാണ് പണവും ആയുധവും കൊടുക്കുന്നതൊക്കെയുള്ള ആക്ഷേപമാണ് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് PR ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, എന്ത് പാകിസ്ഥാൻ, എന്ത് ബലൂചിസ്ഥാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എനിക്കറിയില്ല, നമുക്ക് വല്ല പങ്കുണ്ടോന്ന് അറിയില്ല, അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ അറിയാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പങ്കൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും, പാകിസ്ഥാനിലെ. അപ്പോൾ ഏതായാലും സംഭവം നടന്നു. സമീപകാലത്ത് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെയാണ് ഈ അജ്ഞാതന്മാർ തട്ടിയിട്ടുള്ളത്. 47 വരെ അജ്ഞാതം തട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിൽ. 47 വരെ തട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 പേരുടെ പേര് ഞാൻ പറയും. ഒന്ന് അബു ഖതൽ എന്ന് പറയും, LTTE-യുടെ ലഷ്കർ-ഇ തയ്യബയുടെ ആളായിരുന്നു. ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും വിശ്വസനായിരുന്നു. രജോരി, അയാൾ രജോരി പുഞ്ചു മേഖലയിൽ ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം നടത്തിയതിൻ്റെ ആസൂത്രകനായിരുന്നു അബൂ ഖരലിനെ 2025 മാർച്ചിൽ ഝലം ജില്ലയിൽ വെച്ച് വെടിവെച്ച് കൊന്നു, അജ്ഞാതൻ, ബൈക്ക്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അമീർ സർഫറാസ് താബ, ഇയാൾ പാകിസ്ഥാൻ ജയിലിൽ നമ്മുടെ ഒരാളുണ്ടായിരുന്നു, സബ്രജിത്ത് സിംഗ് എന്ന് പറയുന്ന ഒരാൾ. അയാൾ പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞിട്ടാണ് സരബ്ജിത്ത് സിംഗിനെ പിടിച്ച് ജയിലിലിട്ടത്. പക്ഷേ ജയിലിൽ വെച്ച് നമ്മുടെ സരബ്ജിത്ത് സിംഗിനെ കൊലപ്പെടുത്തിയ ആളാണ് അമീർ സർഫറാസ് താബ. അയാൾ എന്നിട്ട് ആ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി, അയാൾ പുറത്ത് പോകുമ്പോൾ അയാളെ വന്നിട്ട് അജ്ഞാതൻ വെടിവെച്ച് കൊന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സരബ്ജിത്ത് സിംഗ് ഇന്ത്യയുടെ ആരുമല്ല, ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞാൽ പിടിച്ചത്. ഞങ്ങൾ സരബ്ജിത്ത് സിംഗിനെ ഒന്നും അറിയത്തില്ല എന്ന് ഇന്ത്യ പറഞ്ഞെങ്കിലും, പക്ഷേ സരബ്ജിത്ത് സിംഗിനെ ജയിലിൽ വെച്ച് കൊന്ന അമീർ സർഫറാസ് താബയെ അജ്ഞാതൻ 2024 ഏപ്രിലിൽ ലാഹോറിൽ വെച്ച് ഇതുപോലെ ബൈക്കിൽ വന്ന് വെടിവെച്ച് കൊന്നു. പിന്നെ റിയാസ് അഹമ്മദ്, അയാൾ ഈ പറഞ്ഞ പോലെ LTTE-യുടെ കമാൻഡറായിരുന്നു. പുള്ളി ഈ 5 നേരം നിസ്കരിക്കണമല്ലോ, അപ്പോൾ പുള്ളി POK-യിൽ, പാക് അധിനിവേശ കാശ്മീരിൽ POK-യിൽ നിന്ന് ഇന്ത്യക്ക് നേരെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന ആളായിരുന്നു. സാധു മനുഷ്യനാണ്. ആളുകളെ ഭീകരന്മാരെ തിരഞ്ഞെടുക്കും, അവർക്ക് പരിശീലനം കൊടുത്തിട്ട് പോടാ, ഇന്ത്യ പോടാ, കാണുന്നവരെയൊക്കെ കൊല്ല് എന്ന് പറയും. അത്രേ ചെയ്തുള്ളൂ. ആ പുള്ളിക്കാരനാണ് റിയാസ് അഹമ്മദ്. അദ്ദേഹം POK-യിൽ ഒരു പള്ളിയിൽ ദൈവത്തിൻ്റെ നന്മ ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പിൻഭാഗം ഉയർത്തി മുൻഭാഗം തലയെ മുട്ടിച്ചുള്ള പ്രാർത്ഥനയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തലയെ കൊണ്ട് തോക്ക് വെച്ചാൽ ഒറ്റയടി അങ്ങനെ തന്നെ ഇരുന്നു. അതിൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. അതൊന്നും കാണിക്കാൻ പറ്റില്ല, യൂട്യൂബ് റെസ്ട്രിക്ഷൻ വരും. അപ്പോൾ നിസ്കരിച്ച് തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റി. അതാണ് റിയാസ് അഹമ്മദ്. അതും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ആളാണ്. അടുത്തത് ഹൻസ അദ്നാൻ. പുള്ളി ചെറിയ കാര്യം ചെയ്തുള്ളൂ. നമ്മുടെ BSF-ൻ്റെ പട്ടാളക്കാരുടെ ഒരു കോൺവോയ് പോവുകയായിരുന്നു. ആ കോൺവോയിയെ ആക്രമിക്കാനായിട്ട്
തീവ്രവാദികളെ പറഞ്ഞു വിട്ട ആളാണ് അൻസ അദ്നാൻ. കറാച്ചി പുള്ളി ഒരു ദിവസം ഈ പറഞ്ഞ പോലെ കാറ്റ് കൊള്ളാനിരിക്കുമ്പോഴത്തേക്ക് ഈ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും വന്ന് പുള്ളിനെ തീർത്തു. അപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട എല്ലാവരെയും, പ്രധാനപ്പെട്ട 4 പേരുടെ പേരാ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് പഹൽഗാം ഓപ്പറേഷൻ ആസൂത്രണം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ലഫ്റ്റനൻറ്റ് കേണൽ ഇമ്രാൻ ദയാൽ. അയാൾ ബടിയായി എന്നുള്ള വാർത്ത നമ്മുടെ നാട്ടിലെ ഒരൊറ്റ പത്രവും ഒറ്റ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് പറയാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളത് നിങ്ങളോട് കൈമാറുന്നു. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ രാജ്യത്തെ ദ്രോഹിച്ച, നമ്മുടെ ജനങ്ങളെ ദ്രോഹിച്ച, നമ്മുടെ രാജ്യത്തെ ആളുകളെ മതത്തിൻ്റെ പേരിൽ കൊന്ന ഭീകരനെ ഉന്മൂലനം ചെയ്ത സന്തോഷ വാർത്ത ഞാൻ സന്തോഷപൂർവ്വം ഇന്ത്യ ലൈവിലൂടെ നിങ്ങളോട് പറയുന്നു. ഇത്തരം വാർത്തകൾ പറയാൻ ഞങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക.